ഹായ് എവ്രിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂ സ്ട്രീം ലൈൻഡ് പാത്വേ കുറിച്ചാണ്. UK, അയർലൻഡ്, കാനഡ, US, സിംഗപ്പൂർ, സ്പെയിൻ ഈ രാജ്യങ്ങളിൽ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യുന്ന നഴ്സസിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ പാത്വേ ആണ് സ്ട്രീം ലൈൻഡ് പാത്വേ. എന്താണ് ന്യൂ സ്ട്രീം ലൈൻഡ് പാത്വേ? ഈ പറഞ്ഞ കൺട്രീസിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എക്സാമിനേഷനായ NCLEX-Rനും OSCEയും ഇല്ലാതെ തന്നെ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രമാണ് ഓസ്ട്രേലിയയുടെ എക്സാമിനേഷൻ സ്കിപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് 2025-ലാണ്. ഈ ഇടയായി അതിന്റെ കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പോസ്റ്റ് BSc കംപ്ലീറ്റ് ചെയ്ത നഴ്സസിനും GCAN കംപ്ലീറ്റ് ചെയ്ത നഴ്സസിനും വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ സ്ട്രീം ലൈൻഡ് പാത്വേ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടതെന്ന് നോക്കാം. BSc നഴ്സസ് ആണെങ്കിൽ 2017 ശേഷം കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അവർ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. എന്നാൽ GNM നഴ്സ് ആണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു പാത്വേ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ GNM പ്ലസ് പോസ്റ്റ് BSc 2017 ശേഷം കംപ്ലീറ്റഡ് ആണെങ്കിൽ നിങ്ങളും ഈ ഒരു ന്യൂ പാത്വേക്ക് എലിജിബിൾ ആണ്. അതുപോലെ തന്നെ GNM കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം GCAN ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ്. ഇത് ഓൾറെഡി ചെയ്തവരാണെങ്കിൽ ഈ പറഞ്ഞ കൺട്രീസിൽ ലൈക്ക് UK, അയർലൻഡ്, കാനഡ, സിംഗപ്പൂർ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സ്ട്രീം ലൈൻഡ് പാത്വേയുടെ എലിജിബിലിറ്റി കിട്ടുന്നതാണ്. ഇനി ഇതിന്റെ എക്സ്പീരിയൻസ് നോക്കാം. എക്സ്പീരിയൻസ് പറയുമ്പോൾ ഈ പറഞ്ഞ കൺട്രീസിൽ നിന്ന് തന്നെ മിനിമം 1 year ഓഫ് RN എക്സ്പീരിയൻസോ അതല്ലാന്നുണ്ടെങ്കിൽ 1800 hours എക്സ്പീരിയൻസോ വേണം. അതിനും ഒരു ക്രൈറ്റീരിയ ഉണ്ട്. 2017 ശേഷമുള്ള എക്സ്പീരിയൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. 2017 ശേഷം 1800 അല്ലെങ്കിൽ 1 year എക്സ്പീരിയൻസോ ആവശ്യമാണ്. ഇനി ഇതിന്റെ ഇംഗ്ലീഷ് റിക്വയർമെന്റ് നോക്കാം. UK, അയർലൻഡ്, കാനഡ, US, സിംഗപ്പൂർ, സ്പെയിനിൽ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇംഗ്ലീഷ് ടെസ്റ്റ് എടുത്തിട്ട് തന്നെയായിരിക്കും ഈ പറഞ്ഞ കൺട്രീസിൽ RN ആയിരിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ കേസ് മാനേജർ എക്സംഷൻ തരാനുള്ള ചാൻസസ് ഉണ്ട്. ഇൻ കേസ് ഇംഗ്ലീഷ് ടെസ്റ്റ് വേവ് ഓഫ് ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റീറൈറ്റ് ചെയ്യേണ്ടി വരും. ബട്ട് ഡെസ്മയുടെ കേസിൽ നമ്മൾ ഒത്തിരി പ്രൊഫൈൽസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 90% കാൻഡിഡേറ്റ്സിനും ഇംഗ്ലീഷ് ടെസ്റ്റ് വേവ് ഓഫ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ ഒരു ന്യൂ സ്ട്രീം ലൈൻഡ് പാത്വേ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. 2017 ശേഷം പോസ്റ്റ് BScയും GCANും കംപ്ലീറ്റ് ചെയ്ത നഴ്സസിന് രജിസ്ട്രേഷൻ ഡെസ്മ ത്രൂ കിട്ടിയിട്ടുണ്ട്. ന്യൂ സ്ട്രീം ലൈൻഡ് പാത്വേ വഴി നമ്മുടെ ഒത്തിരി നഴ്സസ് ഓസ്ട്രേലിയയിൽ RN ആയിട്ടുണ്ട്. ഡെസ്മ ഇന്റർനാഷണൽ ഇതിന് end-to-end ഗൈഡൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിഷ്യൽ രജിസ്ട്രേഷൻ മുതൽ ഓസ്ട്രേലിയയിൽ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഗൈഡൻസും നമ്മൾ കൊടുക്കാറുണ്ട്. ഇൻക്ലൂഡിങ് PR അസിസ്റ്റൻസും അവൈലബിൾ ആണ്. പോസ്റ്റ് BSc 2000 ശേഷം കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിലോ അല്ലെങ്കിൽ GCAN 2017 ശേഷം കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിലോ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ 2017 ശേഷം RN എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലോ ഡെസ്മ ഇന്റർനാഷണലെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വിത്തൗട്ട് എക്സാമിനേഷൻ ന്യൂ സ്ട്രീം ലൈൻഡ് പാത്വേ വഴി നിങ്ങൾക്കും ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സ് ആവാം. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.